പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഞാനിന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഒരു മരണ വാർത്ത കേട്ടു. ചില മരണങ്ങൾ അങ്ങനെയാണ്. ഞങ്ങളൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന, ഒരുപാട് കൊതിക്കുന്ന, ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന ഒരു മരണം. അങ്ങനെ ഒരു മരണമാണ് ഈ ഉമ്മ നേടിയിരിക്കുന്നത്. ഏതൊരു വിശ്വാസിയുടെയും ഒരേ ഒരു ആഗ്രഹമാണ്, ഒരേ ഒരു ലക്ഷ്യമാണ് നല്ലൊരു മരണം കരസ്ഥമാക്കുക എന്നത്. ഞങ്ങളൊക്കെ എങ്ങനെ ജീവിച്ചാലും നമ്മളൊക്കെ സ്വപ്നം കാണുന്നത് നല്ലൊരു മരണത്തെക്കുറിച്ചായിരിക്കും അല്ലേ? അപ്പോൾ ചിലരുടെ മരണം അങ്ങനെയാണ്. ഞങ്ങൾ ഒരുപാട് കൊതിച്ചു പോകുന്ന മരണമായിരിക്കും. അങ്ങനെ ഒരു മരണം കരസ്ഥമാക്കിയ ആമിന ഉമ്മയുടെ മരണവിവരമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പാലക്കാട് സ്വദേശിനിയായ 58 വയസ്സുള്ള ആമിന ഉമ്മ ഉംറക്ക് പോയതായിരുന്നു. അങ്ങനെ മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള യാത്രക്കിടെ ബദറിൽ വെച്ച് മരണപ്പെടുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ വീഡിയോ ഒക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യണം. എന്നുവെച്ചാൽ ഞങ്ങൾ ഇതുപോലുള്ള മരണവാർത്തകൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ യൂട്യൂബിൽ നിന്നും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈക്ക്, നിങ്ങളുടെ സപ്പോർട്ട് അത് ഉണ്ടാവുകയാണെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് നമുക്ക് പരിഹരിക്കാൻ പറ്റും. ആരും ഒന്ന് കൊതിച്ചു പോകുന്ന ഒരു മരണം അല്ലേ? ചിലരൊക്കെ വാട്സപ്പിൽ സ്റ്റാറ്റസായി ഇട്ടിട്ട് കാണാം, എൻ്റെ അവസാനം മദീനയിലാക്കണേ അല്ലാ എന്ന്. അങ്ങനെ ഒരുപാട് പേര് സ്റ്റാറ്റസ് ഇട്ടിട്ട് കാണാം. ഇതുപോലുള്ള മരണം ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന മരണമാണ്. ഒരുപാട് പേര് സ്വപ്നം കാണുന്ന ഒരു മരണമാണ്. നമ്മളെന്നും നിസ്കാരപ്പായയിൽ നിന്നും ദുആ ചെയ്യുന്നതും ഇത് തന്നെയാണ്, നമ്മുടെ അവസാനം നന്നാക്കി തരണേ അല്ലാ എന്ന്. നല്ലൊരു മരണം, അതും പുണ്യമാക്കപ്പെട്ട ഭൂമിയിൽ വെച്ച്. അത് ആരും ഒന്ന് കൊതിച്ചു പോകുന്ന മരണം തന്നെയാണ് അല്ലേ? പടച്ച റബ്ബ് നമുക്കൊക്കെ ആ ഒരു ഭാഗ്യം തെരുമാറാകട്ടെ, ആമീൻ. ഒരു സ്വകാര്യ ഗ്രൂപ്പിൽ ഉംറ നിർവഹിക്കാൻ വേണ്ടി കുടുംബത്തോടൊപ്പം എത്തിയതായിരുന്നു ആമിന. കോണിക്കായ് വീട്ടിൽ ആമിനയാണ് മരണപ്പെട്ടത്. 57 വയസ്സ്. ഇവരൊക്കെ കൂടി ഉംറ നിർവഹിച്ച് 10 ദിവസത്തോളം മക്കയിൽ താമസിച്ചിരുന്നു. അങ്ങനെ മദീന സന്ദർശിക്കാൻ പോകുന്നതിനിടെയാണ് ഇത് സംഭവിച്ചത്. മദീനയിൽ പോകും വഴി ബസ്സിൽ വെച്ച് ഇവർക്ക് വല്ലാതെ ദേഹാസ്വസ്ഥം ഉണ്ടാവുകയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് അടുത്തുള്ള ബദർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അവിടുത്തെ ചികിത്സയ്ക്കിടെ ചൊവ്വാഴ്ച രാത്രി 7:30 ആമിന മരണപ്പെടുകയായിരുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ച റബ്ബിൻ്റെ തീരുമാനം അതാണ്. അവിടെ വെച്ചാണ് ആമിനയുടെ മരണം പടച്ച റബ്ബ് തീരുമാനിച്ചത്. ഇവരുടെ കൂടെ ഉംറ നിർവഹിക്കാൻ ഭർത്താവും ഉണ്ടായിരുന്നു. ആമിന ഉമ്മക്ക് 3 മക്കളാണ്. ബദർ ആശുപത്രിയിലുള്ള മയ്യത്ത് നടപടി കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം ബദറിലെ ഇബ്ൻ അബ്ദുൽ വഹബ് മസ്ജിദിൽ ഖബറടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട്. പടച്ച റബ്ബ് അവരെയും ഞങ്ങളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒന്നിച്ചു കൂട്ടുമാറാകട്ടെ, ആമീൻ. പടച്ച റബ്ബെ, ഇവരുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് ഖബർ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബെ. ഹർഷിൻ്റെ തണൽ നീ നൽകണേ റബ്ബെ. പുണ്യമാക്കപ്പെട്ട മണ്ണിൽ നിന്നാണ് റബ്ബെ നീ അങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്. ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിച്ചേക്കണേ റബ്ബെ. ഷഹീദിൻ്റെ മണ്ണിൽ വെച്ചാണ് റബ്ബെ മരണപ്പെട്ടിരിക്കുന്നത്. അവർക്ക് നീ ഷഹീദിൻ്റെ കൂലി നൽകണമേ റബ്ബെ. അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബെ. പടച്ച റബ്ബെ, ഇതുപോലുള്ള മരണം ഒരുപാട് വിശ്വാസികൾ ആഗ്രഹിക്കുന്നുണ്ട് റബ്ബെ. അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ നീ സാധിച്ചു കൊടുക്കണമേ റബ്ബെ. നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബെ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണേ റബ്ബെ. ഇവരുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നീ പുറത്തു കൊടുക്കണേ റബ്ബെ. ഇവരുടെ ജീവിതത്തിൽ ചെയ്തുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു കൊടുക്കണേ റബ്ബെ. വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയ്യത്തിൻ്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണേ റബ്ബെ. ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ. ഇവരുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവമാക്കണേ റബ്ബെ. ഇവരുടെ കൂടെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെയും ഒന്നിച്ചു കൂട്ടണമേ റബ്ബെ. പടച്ച റബ്ബെ, ഇതുപോലെ പുണ്യമാക്കപ്പെട്ട മണ്ണിൽ നിന്നും മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ.
നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും ഞങ്ങൾക്കേവർക്കും നൽകണേ റബ്ബേ. ഞങ്ങളുടെയൊക്കെ അവസാനം നീ നന്നാക്കി തരണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കേവർക്കും നൽകണേ റബ്ബേ. പഠിച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ തട്ടിക്കളയല്ലേ റബ്ബേ. ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.